സുശാന്ത് സിംഗ് രജ്പുട്ട് മരിച്ച സമയത്ത് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ബി ലൈക്ക് സജി ക്യാമ്പയിൻ. അതായത് കുംബ്ലിങ്ങ നൈറ്റ്സിൽ ഷൗബിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡിപ്രസ്ഡ് ആയപ്പം ഓടി ചെന്ന് ഡോക്ടറിനോട് പറയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫോർ എന്താണ് ഒരു ചെറിയൊരു ടിപ്പ്, ഒരു ഗോൾഡൻ റൂള് ടു കീപ് യുവർ ഗട്ട് ആൻഡ് യുവർ ബ്രെയിൻ ആ കണക്റ്റ് ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് ആക്റ്റീവായിട്ട് വെക്കാനുള്ള ഒരു ബേസിക്, ഐ തിങ്ക് അത് വെച്ച് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. വാട്ട് ഇസ് ദ കീ ഫാക്ടേഴ്സ് ഫോർ ദാറ്റ്? ഹലോ, എൻ്റെ പേര് പർവീൻ ഹഫീസ് എന്നാണ്. ഞങ്ങളെല്ലാവരും സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് നിന്ന് ആണ് വരുന്നത്. വളരെ നല്ലൊരു സബ്ജക്റ്റാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശമുള്ളത്. സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു തരത്തിൽ ഞങ്ങൾ ഡിസ്കഷൻ കൊണ്ടുപോകാൻ ഉള്ള പ്ലാനാണ്. എല്ലാവരും, ഈ കാണുന്ന ആൾക്കാരെല്ലാവരും, ആർക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക് നന്നായൊരു ഉപയോഗവും അവരുടെ ലൈഫിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ഇൻ എ വെരി ഗുഡ് വേ അതുകൊണ്ട് എന്നിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് ചെയ്യുന്ന ഒരു വോൾസം ആയിട്ടൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ഡോക്ടർ പോളുണ്ട് ഞങ്ങളുടെ കൂടെ. ഡോക്ടർ പോൾ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഡോക്ടർ ജെറിനാണ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് കൊച്ചിൻ. ആൻഡ് എലിസബത്ത്, right? She's a psychologist in Sunrise Hospital, Kakinad itself. സോ നമ്മളൊരു വോൾസം ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടിയിരിക്കുന്നത്. എന്നെ ഈ വോൾ എപ്പിസോഡ് ഒരു ലൈറ്റ് ഫൺ ലവിങ് നോർമൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് എന്നെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് വി ക്യാൻ ഡു ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. Thank you. And I would like to go over to the doctors. Basically for എന്താണ് ഒരു ചെറിയൊരു ടിപ്പ്, ഒരു ഗോൾഡൻ റൂള് ടു കീപ് യുവർ ഗട്ട് ആൻഡ് യുവർ ബ്രെയിൻ ആ കണക്റ്റ് ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് ആക്റ്റീവായിട്ട് വെക്കാനുള്ള ഒരു ബേസിക്, ഐ തിങ്ക് അത് വെച്ച് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. വാട്ട് ഇസ് ദ കീ ഫാക്ടേഴ്സ് ഫോർ ദാറ്റ്? നമ്മൾ ടോക്ക് ചെയ്യുന്ന ഗട്ട് ബ്രെയിൻ ആക്സസ്. യെസ്, ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ്. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് നമ്മുടെ ഫുൾ സിസ്റ്റം മാം, അതായത് നമ്മുടെ അന്നനാളം തൊട്ട്, അതായത് നമ്മുടെ ഈസോഫേഗസും നമ്മുടെ വയറും ചെറുകുടലും വൻകുടലും ഇതെല്ലാമാണ് ആക്ച്വലി ഗട്ട് എന്ന് പറയുന്നത്. ജനറലി ആൾക്കാർ പറയുന്നത് ഇപ്പം ഗ്യാസ്ട്രോ ആണെങ്കിൽ വയറിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നുള്ളൂ. അതാണ്. അപ്പം ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ നമുക്ക് ഈ എസിഡിറ്റി വരും ചിലപ്പം. നാച്ചുറലി ഇപ്പം എൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഐ എം മാനേജിങ് ഫിനാൻസ് ആൻഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. അപ്പം ഐ ഡോണ്ട് ഹാവ് എനി സ്ട്രെസ്. ഐ ബിലീവ് ദറ്റ് ഐ ഡോണ്ട് ഹാവ് ഓൾസോ നൗ. ആരെങ്കിലും സ്ട്രെസ് തരണേ ഞാൻ തിരിച്ച് ആ സ്ട്രെസ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ സ്ട്രെസ് പോവും, ടാലിയാവും. സോ വാട്ട് ഐ സെഡ് ഇസ് പല പ്രാവശ്യവും എനിക്ക് ഒരു എസിഡിറ്റി ഹാർട്ട് ബേണിങ് വരുമ്പോൾ ഐ നെവർ യൂസ് ടു കണക്റ്റഡ് വിത്ത് ഈ ഒരു പ്രശ്നം. ഞാൻ വിചാരിക്കുന്നത് അത് തൊണ്ടവേദനയോ എരിച്ചല്ലോ. ഐ തിങ്ക് അപ്പോൾ ദാറ്റ് ഇസ് ടിപ്പിക്കലി കണക്റ്റഡ് വിത്ത് യുവർ ഗട്ട് ഇഷ്യൂസ് അല്ലേ? ബിക്കോസ് മൈൻ മേ ഹാവ് ബീൻ ബൈ ദ ഇന്റേണൽ സ്ട്രെസ് വാട്ട് ഐ ഹാവ്. കറക്റ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ആസിഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വയറിൽ എന്നും ഉണ്ടാവുന്ന ഒന്നാണ്. അതില്ലാത്ത ഒരു സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ അതില്ലാത്ത ഒരാളില്ല. എല്ലാവർക്കും, അതായത് ജനിക്കുന്ന കുട്ടി തൊട്ട് മരിക്കുന്ന ആൾക്ക് വരെയും ആസിഡ് ഇസ് ഗോയിങ് ടു കം. ആസിഡ് എന്നും വരും. അപ്പോൾ ഇത് കൂടുന്ന ചില സാഹചര്യങ്ങൾ, അതിലാണ് ഇപ്പം മാം പറഞ്ഞ പോലെ ഒരു സ്ട്രെസ്സിന് ഒരു വലിയ റോൾ വരുന്നത്. അപ്പം സ്ട്രെസ് ഉള്ളപ്പോൾ ഇത് കൂടും. എക്സാക്ട്ലി, ഇത് കൂടാനുള്ള ഒരു ചാൻസ് സ്ട്രെസ്സിനുണ്ട്. പ്രൊഡക്ഷൻ എക്സാക്ട്ലി, ആസിഡ് കൂടുതൽ നമ്മുടെ വയറിലേക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായി ബിക്കോസ് ഓഫ് സം ഹോർമോണൽ റിലീസ് കാരണം കൊണ്ട് ഇത് വരുന്നു. ആൻഡ് ഈ ആസിഡ് വയറിൽ തന്നെ നിന്നാൽ ഒരു പരിധി വരെയും കുഴപ്പമില്ല. പക്ഷേ മാം പറഞ്ഞ പോലെ തൊണ്ടയിലേക്ക് വരുന്നതൊക്കെ ആക്ച്വലി ആസിഡ് റിഫ്ലെക്സ് എന്നാണ് പറയുക. അത് തൊണ്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിന് ഒരിക്കലും ഈ ആസിഡിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു ഹാർട്ട് അറ്റാക്കിനെ മിമിക് ചെയ്യുന്ന പോലെ ആയിരിക്കും ഈ ആസിഡ് വരുന്നത്. ആൻഡ് ആൾക്കാർ ഇത് ഓക്കെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇ സി ജി എടുക്കണ്ടെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ആസിഡിറ്റി വന്നാലോ ആസിഡ് റിഫ്ലെക്സ് കൊണ്ടോ ആരും മരിക്കാൻ പോകുന്നില്ല. ബട്ട് യു ഷുഡ് നോട്ട് മിസ് എ ഹാർട്ട് അറ്റാക്ക്. ഇ സി ജി വരണം, എമർജൻസിയിൽ ചെല്ലണം, അതെല്ലാം എടുക്കണം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് റിഫ്ലെക്സ് തന്നെയാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ചുമ്മാ അതിനൊരു സിംറ്റമാറ്റിക് ആയിട്ടാണ് എന്നാ ഗ്യാസിൻ്റെ ഒരു ഗുളിക എന്ന് കോമൺലി നമ്മൾ പറയുന്ന ഒരു ഇത് കൊടുത്താൽ ഇത് താൽക്കാലികമായൊരു ശമനം ഉണ്ടാകും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് കോസ്, ഇപ്പോൾ ലൈക്ക് യു സെഡ്, അതിലൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു സെറ്റിൽ, ഇത് കുറയാൻ പോകുന്നില്ല. സോ എവറി ടൈം നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനോട് ചോദിക്കും ഇതിനിങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. ഡയറ്റ് ഓൾസോ, നമ്മുടെ ഡയറ്റ് നോക്കി ഇതിനെ കൂട്ടാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി സീ ഇസ് ദാറ്റ് ഇതിലൊരു സ്ട്രെസ് എലമെൻറ്റ് എപ്പോഴും ഉണ്ട് വിച്ച് ഇസ് ബീൻ ഓവർലുക്ഡ്. ഇതിനെ നമ്മൾ ആരും അഡ്രസ്സ് ചെയ്യില്ല. അത് സ്ട്രെസ് അല്ലേ, അത് പോയിക്കോട്ടെ എന്നുള്ളതാണ്. സ്ട്രെസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കൂടെയുള്ളവർ പറയുമ്പോൾ അത് നീ സ്ട്രെസ് അടിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയും, വിച്ച് ഇസ് നോട്ട് ഈസി. അതൊരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല, വിച്ച് നീഡ്സ് ടു ബി അഡ്രസ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ ഒക്കെ റോള് വരുന്നത്. ആ തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ എനിക്കന്ന് പറയാനുള്ള ആ ഒരു ഇത് വന്നപ്പോൾ നമ്മുടെ ENT സർജൻ ഡോക്ടർ രഞ്ജിനി രാഘവൻ മാഡമാണ് പറഞ്ഞത്. ഷീ സെഡ് ബെസ്റ്റ് ഇസ് ഗോ ടു എ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്. അങ്ങനെ ഞാൻ ലൈക്ക് ചെയ്യാനുള്ള മിനിമം എന്താണെന്ന് വെച്ചാൽ ബേസിക് ടെസ്റ്റൊക്കെ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു 1 or 2 months മെഡിക്കേഷനിലിട്ടു. ബട്ട് ടച്ച് വുഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഒരു ഇഷ്യൂ ഇറ്റ് വാസ് വെരി അൺകംഫർട്ടബിൾ ഇനീഷ്യലി. അത്ര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു നമ്മളെ പ്രൊഡക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് ഒരു 60% ഒക്കെ വന്ന് താഴെ നിൽക്കും. ഇപ്പം ഐ ഹാവ് നോ ഇഷ്യൂസ്. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കെയർഫുൾ അബൌട്ട് ദ ഡയറ്റ്, കെയർഫുൾ അബൌട്ട് മൈ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഡീസ്ട്രെസ് ചെയ്യാൻ നോക്കും ആസ് മച്ച് ആസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പം വാട്ട് അബൌട്ട് ഇൻ യോർ സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഹൗ ഡസ് എങ്ങനെയാണ് ഗ്യാസ്ട്രോവും സൈക്കോളജിയും കൂടെ ഒരു കണക്റ്റിൽ വരുന്നത് എന്നുള്ളതാണ്. ദിസ് ഇസ് നമുക്ക് ബേസിക്കലി നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാമല്ലോ അല്ലേ? അപ്പോൾ അത് മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ലൈക്ക് ഹൗ ഡു യു വർക്ക് ടുഗെദർ ഇഫ് എ കോമൺ പേഴ്സൺ ഇപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും കൂടെ അഡ്വൈസ് എന്തായിരിക്കും എന്നാണ് ബേസിക്കലി അറിയേണ്ടത്. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഇൻ്റർ റിലേറ്റഡാണ്. അത് പരസ്പരം ഇപ്പം നമുക്കിപ്പം ഉദാഹരണത്തിന് എനിക്ക് തലവേദനയായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചോ, ഒരു ചെറിയ കാര്യം മതി എനിക്ക് ദേഷ്യപ്പെടാൻ. എന്നാൽ അതേസമയം ഞാൻ ഇച്ചിരി കൂളാണെങ്കിൽ എനിക്ക് ആ ഒരു സിറ്റുവേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡും ബോഡിയും ഇൻ്റർ റിലേറ്റഡാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ അല്ലെ മാം പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സും നമ്മുടെ ഈ ഒരു ഗ്യാസ്ട്രോ ഈ ഒരു ഇതും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പം ചില പേഷ്യൻസ് വരാറുണ്ട്. അവർക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ആണ്, അല്ലെങ്കിൽ അവർക്ക് പലവിധമായ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പം നമ്മളത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മേ ബി അവരുടെ ഒരു പേടി കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ഉള്ളപ്പം അവർ മേ ബി അത് വളരെ കോമണും അല്ലേ? അതെ മാം, വളരെ കോമൺ ആയിട്ടുള്ള കാര്യം. ഓൺലി തിങ് ഇസ് പീപ്പിൾ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ഞങ്ങളെപ്പോഴും ഫൈൻഡ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് പാർട്ട് ഇസ് ടു അവരെ ഒന്ന് സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഇതിൽ മരുന്ന് കൊണ്ട് മാറിയേക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു കോസ് ഉണ്ട്, അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇത് മാറത്തില്ല. ആൻഡ് ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ഇത് കുറച്ച് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ പറയുമ്പോൾ തന്നെ അവർക്കതൊരു ഒഫെൻസീവായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് ആ ഒരു പ്രോബ്ലമിനെ അഡ്രസ്സ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇതൊരു സൈക്യാട്രിസ്റ്റിനെയും കൂടെ നമുക്ക് കാണണം, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷനും കൂടെ എടുക്കണമെന്ന് പറയുമ്പോൾ അക്സെപ്റ്റൻസ് ഈസ് ഓൾവേസ് ലോ. മാം ഇപ്പം ആർക്ക് വേണേലും വരാവുന്ന ഒരു കാര്യം, ഡിപ്രഷൻ ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ആർക്ക് വേണേലും വരാം. അതുപോലെ തന്നെ ഇത് വരുന്നതിൻ്റെ കാരണം ഒരിക്കലും നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ തലച്ചോറിലുള്ള ഒരു ഇംബാലൻസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പം ഏറ്റവും പല കാര്യങ്ങളും ഉണ്ട് മാം. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ആക്ച്വലി അതൊരു റൈറ്റ് വേ ആണ്. നമ്മുടെ ഒരു ഇത് ഇപ്പം സുശാന്ത് സിംഗ് രജ്പുട്ട് മരിച്ച സമയത്ത് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ബി ലൈക്ക് സജി ക്യാമ്പയിൻ. അതായത് കുംബ്ലിങ്ങ നൈറ്റ്സിൽ ഷൗബിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡിപ്രസ്ഡ് ആയപ്പം ഓടിച്ചെന്ന് ഡോക്ടറിനോട് പറയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. സോ നമ്മൾ അത് മാം പറഞ്ഞ വളരെ കറക്റ്റ്. അതായത് നമ്മൾ ആർക്ക് വേണേലും വരാവുന്നതുകൊണ്ട് സീക്കിംഗ് ഹെൽപ്പാണ് ആ ഒരു ഇതിനെ ഏറ്റവും നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. I think one of the most important thing is, again I repeat, love yourself. Absolutely. അല്ല, love yourself, make yourself the happiest. And if we make നമ്മളെ തന്നെ ഏറ്റവും സന്തോഷമായി കഴിഞ്ഞാൽ ഞങ്ങളെ പ്രൊഡക്റ്റീവ് will literally go to 100%. അല്ലേ? I said you take care of yourself. You literally, there is nothing wrong in it. People may say 100,000 these things. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ള ഡോക്ടർ, നമ്മളിപ്പോൾ ഗട്ട് ഹെൽത്തിനെ പറ്റി പറഞ്ഞു, പ്രോബയോട്ടിക്സിനെ പറ്റി പറഞ്ഞു. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് എൻ്റെ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ആൾക്കാർക്ക് ജനറലി കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഞങ്ങളെ ഫാമിലിയിൽ ടച്ച് വുഡ് ബൈ ഗോഡ്സ് ഗ്രേസ് വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് കാർഡിയാക് അറസ്റ്റ്, വി ഡോണ്ട് ഹാവ് BP പ്രോബ്ലംസ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഡയബറ്റിസ് ഉണ്ട്, ബട്ട് നത്തിങ് വിച്ച് ലൈക്ക് മേജർ ഓർ എനിത്തിങ്. പക്ഷേ വി ഹാവ് എ വെരി ബാഡ് ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, and especially stomach cancer, ovarian cancer, breast cancer. So like we are all very paranoid about it. Appo nammal adu lifestyle, I think this is also very common in our state of Kerala also, no? Colon cancers are very Yes. from just like breast cancer. So what are the things that as a person
ദ ഏജ് ആൻഡ് ഒരു നട്ട്ഷെല്ലിൽ ഇഫ് യു ബോത്ത് കുഡ് ലൈക്ക് എൻലൈറ്റൻ അസ്, അത് നല്ലൊരു കാര്യമായിരിക്കും. മാം, പണ്ട് കാലത്തൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡായിരുന്നു ഈ കോളൻ ക്യാൻസർ ഏകദേശം 60-70 വയസ്സിലുള്ളത്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന കൂടുതലും 50 വയസ്സിന് കീഴിലോട്ട് കാണാറുണ്ട്. സോ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 45 ഇയർ ഓൾഡ് ഒരു മെയിൽ പേഷ്യൻ്റൊക്കെ വരുന്നു. ഈവൻ ആഫ്റ്റർ യു എക്സ്ക്ലൂഡ് നമ്മളെ ജനറ്റിക് കാരണങ്ങൾ മീൻസ് ലൈക്ക് ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുണ്ട്, ഹെറിറ്ററി എന്നില്ല ഫുൾ റൂൾ ഔട്ട് ചെയ്യാൻ there's also that trend is we are seeing common also between 45 to 50. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ പോലും അവർ കോളൻ സ്ക്രീനിങ് ദേ ഷിഫ്റ്റഡ് ഫ്രം 50 to 45 ഇയേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഡയറ്റും എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കുറവാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് കോസ്. ഇറ്റ് ഈസ് ഓൺലി what you say ലിങ്ക് ടു ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഡെഫിനറ്റ് കോസ്. ബട്ട് ദെയർ ഹാസ് ടു ബി സംതിങ് എൽസ് ഓൾസോ. അപ്പോൾ വേറെ സംതിങ് എൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദ നമ്പർ ഓഫ് സ്ട്രെസ് ലെവൽസ് ഇൻ എ പേഴ്സൺ ഈസ് ഓൾസോ ഇൻക്രീസിങ്. സോ സ്ട്രെസ് ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ. ഈ കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് ഹോർമോൺ പോലെയല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോളിപ്പോ എന്തെങ്കിലും ചെറിയ മീൻസ് പോളിപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടലിനകത്ത് ചെറിയ ചെറിയ ഈ കുരുക്കൾ പോലെ പ്രൊജക്ഷൻസ്, ടിഷ്യൂ പ്രൊജക്ഷൻസ് പോലെ. അപ്പോൾ അത് ഈ കോർട്ടിസോൾ ഹോർമോൺ വന്നിട്ട് അത് വളർത്താൻ നോക്കും. സോ ദാറ്റ് ഈ ലോങ് ടേം ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഇൻഫ്ലമേഷൻസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. സോ ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ്. So that is also there, means That's when ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഇങ്ങനത്തെ ഒരു ഹൈ സ്ട്രെസ് കാര്യങ്ങളുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ് ആകാം, ബാക്ക്ഗ്രൗണ്ട് പുറത്തുനിന്നുള്ള സ്ട്രെസ് ആകാം. ഇതെല്ലാം സ്ട്രെസ് ഇങ്ങനത്തെ ഹോർമോൺസ് റിലീസ് ചെയ്തിട്ട് 60-ാം വയസ്സിൽ വരേണ്ട ക്യാൻസർ നമുക്ക് 45 വയസ്സിൽ വരികയാണ്. അല്ല, എനിക്കറിയാം. ഞാൻ ഐ തിങ്ക് ഒരു 40 ഒക്കെ ആകുമ്പോൾ 1-2 പ്രാവശ്യം ഐ ഡൺ ഓവർ ദ ഇയേഴ്സ്. ഞാൻ കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ട്, എൻഡോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്. കൊളോണോസ്കോപ്പിയിൽ എനിക്ക് പോളിപ്സും കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോപ്സിക്ക് എന്തോ അയക്കും. ദാറ്റ് ഓൾസോ ഹാസ് ബീൻ ഡൺ. ബട്ട് ടച്ച് വുഡ് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ അവയർനെസ് കുറവുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് കിട്ടുന്നത് മേ ബി ഒരു ലേറ്റർ സ്റ്റേജ് വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് കിട്ടുമ്പോൾ ദെൻ വി ആർ ഓൾസോ ഹെൽപ്ലെസ്, ദേ ആർ ഓൾസോ ഹെൽപ്ലെസ്. ഒന്നും ചെയ്യാനില്ല നമുക്ക്. അപ്പം ഈ അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പല ക്യാമ്പയിൻസിലും ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ സിംറ്റംസ്, അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 45 വയസ്സിനൊക്കെ ശേഷം ഒരു ബവൽ ഹാബിറ്റിൽ വയറ്റിൽ നിന്ന് പോകുന്നതിൽ ഒരു വ്യത്യാസം വരുന്നു. എന്നും കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പോകുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇറിറ്റബിൾ ബവൽ സംഭവിക്കാം. പക്ഷേ ഇറിറ്റബിൾ ബവലിന്റെ ഒരു പ്രത്യേകത നമുക്കൊരു ഓർഗാനിക് കോസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു ഫങ്ഷണൽ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇറിറ്റബിൾ ബവൽ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ യു ബ്രാൻഡ് ദം ആസ് ഇറിറ്റബിൾ ബവൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ചെയ്തിട്ടേ അവർ എപ്പോഴും നമ്മൾ ഇറിറ്റബിൾ ആയിട്ട് ബ്രാൻഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അതാണ്, നിങ്ങൾ ഇറിറ്റബിൾ ബവൽ ആണ്, വേറെ ഒന്നും വറി ചെയ്യേണ്ട. ബിക്കോസ് ഇറിറ്റബിൾ ബവൽ കൊണ്ട് ആർക്കും ക്യാൻസർ വരാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് മോർ ഓഫ് എ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്. നമ്മുടെ ഇറിറ്റബിൾ നമ്മളൊരു ഭയങ്കര അൺകംഫർട്ടബിളും വർക്ക് ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ അവയർനെസ് എപ്പോഴും പേഷ്യന്റിന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അലാം ഫീച്ചേഴ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നു, നിങ്ങൾക്ക് വിശപ്പ് കുറയുന്നു, വെയിറ്റ് കുറയുന്നു, അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡ് കാണുന്നു, ചേഞ്ച് ഇൻ ബവൽ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് പരിശോധിക്കുമ്പോഴത്തേക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. ഇതിനൊന്നും കാരണമില്ല. ഇപ്പം ഒരാളെ കാണുമ്പോൾ ഓക്കെ അയൺ ഗുളിക കഴിക്കൂ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. വേർ ഇസ് ദ ബ്ലഡ് ഗോയിങ്, എവിടെ പോകുന്നു എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ അവയർനെസ് വരുന്നത്. ഈ അലാം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിത് ടെസ്റ്റ് ചെയ്യണം. യു ഹാവ് ടു ഗോ ടു എ സ്പെഷ്യലിസ്റ്റ്, ഡു ദ ടെസ്റ്റ്. ഇതിൽ കാരണം കണ്ടുപിടിക്കണം. ഹീമോഗ്ലോബിൻ ലെവൽസ് കുറയുകയാണെങ്കിൽ it can be one of like maybe internal bleeding or അല്ലെങ്കിൽ whatever it is, അല്ലെങ്കിൽ maybe a gynec problem, like a bad bleed. അതെ. അപ്പോൾ ഒരു ലേഡി നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ ഒബ്വിയസ്ലി ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ മെൻസസിൻ്റെ സമയത്ത് നിങ്ങളുടെ ബ്ലീഡിങ് കൂടുതൽ നിൽക്കുന്നുണ്ടോ, നമ്പർ ഓഫ് പാഡ്സ് ചേഞ്ച് ചെയ്യുന്ന കൂടുന്നുണ്ടോ. അപ്പോൾ അത് നോർമൽ ആണെങ്കിൽ ദെൻ പിന്നെ ബ്ലഡ് നഷ്ടപ്പെടാനായിട്ടുള്ളത് നെക്സ്റ്റ് ഓപ്ഷൻ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പം അതും എല്ലാവരും നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം സ്റ്റൂള് എന്ത് കളറാണെന്നൊന്നും നോക്കണമെന്നൊന്നുമില്ല. ബട്ട് ചിലർ നോട്ടീസ് ചെയ്യും, എൻ്റെ കളർ ചേഞ്ച് ചെയ്തു, ഇപ്പം ഈ ബ്ലാക്ക് കളറിലാണ് പോകുന്നത്. ആൻഡ് അപ്പോൾ അത് നമുക്കൊരു ക്ലൂ ആണ്, ഓക്കെ ഫൈൻ, ബ്ലഡ് ഗട്ടിലാണ് ലീക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ അങ്ങനെയുള്ള സിംറ്റംസ് ആയിട്ട് അവർ വന്നേക്കാം.
അല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൂടെ വരുന്നതാണോ? എക്സാക്ട്ലി. അതായത് ബ്ലഡ് നമ്മുടെ കുടലിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് മലത്തിലെത്തി താഴെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ബ്ലാക്ക് ഇൻ കളർ. ഫ്രഷ് ബ്ലഡ് ആയിട്ട് തന്നെ പോകണമെന്നില്ല. ഓ. നമ്മളതിനെ മലീന എന്ന് ടേം ചെയ്യും. അത് ബ്ലാക്ക് കളേർഡ് സ്റ്റൂൾ അല്ലെങ്കിൽ ടാറി ബ്ലാക്ക് സ്റ്റൂളൊക്കെ പോലെ പോകുന്നത് അതും ഒരു സൈനാണ് ആക്ച്വലി. അങ്ങനെ ബ്ലാക്ക് കളർ ഓ, സ്റ്റൂൾ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒരു ഇത് ഉണ്ടെങ്കിൽ എക്സാക്ട്ലി. നല്ലത് ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടു ബി അപ്പം നമ്മുടെ ഈ അലാം ഫീച്ചേഴ്സ് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഗെറ്റ് ടെസ്റ്റഡ്. എല്ലാവരും ടെസ്റ്റ് ചെയ്യണമെന്നല്ല. സാധാരണ ആൾക്കാരെല്ലാം ഈ മോഷണൽ ബ്ലഡ് ആടുമ്പോൾ ഫസ്റ്റ് ഈ പൈൽസ് പൈൽസ് ആണെന്ന് വിചാരിക്കും. എനിബഡി ആരോട് ചോദിച്ചാലും അവരത് ലോക്കലായിട്ട് എന്തെങ്കിലും ആയുർവേദക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചികിത്സ എടുക്കുമല്ലോ. ഇപ്പം ലേസർ നമ്മൾ ഇപ്പോൾ ചിലർ കുറേ കരിച്ച് കളയാനൊക്കെ ചെയ്യാൻ നോക്കും. ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് ഇവാലുവേറ്റഡ്. കുടലിലെ ഇവാലുവേഷൻ കാണാറില്ല. അപ്പോൾ അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ മിക്ക പേഷ്യൻസ് ഒരു 6 years 1 year ഇതിനായിട്ട് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബിട്ട് നോക്കുമ്പോൾ ഇതും ജസ്റ്റ് മലദ്വാരത്തിൻ്റെ മേളിൽ ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു. നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് മാം. അത് എക്സാക്ട്ലി. അതായത് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് വരുന്നു ആൻഡ് പൈൽസ് ആണെന്നുള്ളത് അവരുടെ വിശ്വാസം. ആൻഡ് എല്ലാ ബ്ലീഡിങ്ങും പൈൽസ് അല്ല എന്നുള്ളൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതിൽ നിങ്ങളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് മേക്ക് ഷുവർ നിങ്ങളുടെ കുടലിൽ വേറെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം താഴത്തെ സർജറി ചെയ്ത് പ്രശ്നം മാറിയില്ലെങ്കിലോ. സോ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹെമറോയിഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് നമ്മൾ കൊളനോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രോത്തോ ഒരു പോളിപ്പോ ഉണ്ട്. അതിൽ നിന്നായിരിക്കും ബ്ലഡ് വരുന്നത്. റീസെൻ്റ്ലി കൂടെ നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു വിച്ച് അവർ ഹെമറോയിഡിൻ്റെ സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വന്നേക്കാണ്. ബിക്കോസ് അവർ ഗൾഫിൽ ഇവാലുവേറ്റഡ് ആൻഡ് ടോൾഡ് ദാറ്റ് ഇറ്റ് ഇസ് ഹെമറോയിഡ് ആൻഡ് യു റിക്വയർ സർജറി. ഇവിടെ വന്നു നമ്മൾ സർജൻസും പറഞ്ഞു ഓക്കെ. ബട്ട് എനിവേ നമ്മുടെ ഒരു പ്രോട്ടോകോൾ എപ്പോഴും സർജറിക്ക് മുന്നേ യു ഡു എ കൊളനോസ്കോപ്പി. നമ്മൾ കൊളനോസ്കോപ്പി ചെയ്തു. 10 സെൻറ്റിമീറ്റർ അബവ് ദർ ഇസ് എ ലാർജ് പോളിപ്പ്. മാലിഗ്നൻസി ആയിരുന്നു. നമ്മൾ സർജറിക്ക് നമ്മൾ പോളിപെക്ടമി ചെയ്തു, സെൻഡ് ചെയ്തു. ഗോഡ് വില്ലിംഗ്ലി മാലിഗ്നൻ്റ് അല്ല, പക്ഷേ ഇറ്റ് വാസ് എ പ്രീ ക്യാൻസറസ് ഒരു വില്ലസ് അഡിനോമ എന്ന് പറഞ്ഞുകൊണ്ടുള്ളായിരുന്നു. ഷീ റിക്വയർസ് അഗെയിൻ സ്ക്രീനിങ്. ഓക്കെ. പക്ഷേ എപ്പോഴും അപ്പോൾ അവിടെ ഒരു ഹെമറോയിഡക്ടമി ചെയ്താൽ ആ പ്രോബ്ലം തീരുന്നില്ല. തിങ് ഇസ് ദെയർ വിച്ച് ഇസ് ബ്ലീഡിങ്. അല്ല, പക്ഷെ ഡോക്ടർ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പലർക്കും പലതും ചെയ്യണ്ട. അതാണ് ആ ഒരു അവയർനെസ് ആണ്. നമ്മളതെങ്ങനെ റെഗുലറായിട്ട് എല്ലാവരോടും അല്ല, ജനറലി പീപ്പിൾ തിങ്ക് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷേ ഈ കൊളനോസ്കോപ്പിയുടെ ഒക്കെ റേറ്റ് വളരെ മിനിമൽ ആണ് അല്ലേ? സോ എന്താണ് നമ്മൾ ആൾക്കാർ ഈ ഒരു ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ 30 years ആയിട്ട് ഞാൻ ഡെൻറ്റിസ്റ്റിനെ കാണുന്നുണ്ട്. നമുക്കന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റൽ സൺറൈസ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ ഡോക്ടർ പോളിനെ 30 കൊല്ലമായിട്ട് എല്ലാ 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ പോയി കാണും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണും. ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സൺറൈസ് വന്നപ്പോഴത്തേക്ക് ഇവിടെ പക്ഷേ ഇടയ്ക്ക് ഡോക്ടറെയും പോയി ഞാൻ കാണിക്കും. ബിക്കോസ് ലൈക്ക് ഒരു വിശ്വാസവും ഒരു ബോണ്ടും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദാറ്റ്. ഇപ്പം ഞാൻ എൻ്റെ ആൻറ്റീനെ പറ്റി പറഞ്ഞു. പുള്ളിക്കാരി വയറുവേദന പറഞ്ഞപ്പോഴാണ് ഞാൻ ഷി വാസ് അറൗണ്ട് 75 or something. ഞാൻ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പ് ബ്രോട്ട് ഹിയർ. ഞാൻ ഒരു കൊളനോസ്കോപ്പി ചെയ്യിച്ചു. എന്നിട്ട് ഈ പ്രീ മാലിഗ്നൻ കണ്ടു. എൻ്റെ വേറൊരു അങ്കിൾ ഹു വാസ് ഇൻ ചെന്നൈ, ഹീ ഈസ് നൗ 80+. ഹി സ്റ്റിൽ വർക്ക്സ്. അപ്പം പുള്ളിയും വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്തോ ഇടയ്ക്ക് റെക്ടൽ ബ്ലീഡിങ് ഇതേപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചെയ്യാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഐ സെഡ് പ്ലീസ് ഡു ഇറ്റ്. നോക്കിയപ്പം ഹി ഹാഡ് ക്യാൻസർ. എന്നിട്ട് അന്ന് ഡോക്ടർ പുനന്താംബേക്കർ വന്നതാണ്. ഹി ഫ്ലൂ ഡൗൺ ഫ്രം ദേ. ഡോക്ടർ ഫീസ് വിളിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് ചെയ്തിട്ട് ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ഞാൻ വിളിച്ചില്ലേ ഡോക്ടറെ. ഒരു ക്യാൻസർ ടെസ്റ്റ് വെറുതെ ചെയ്ത് ഹിൽ കം. ഗ്രാൻഡ് സണിൻ്റെ കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് ഹിൽ കം. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഞാൻ എന്നെ കൊണ്ടൊന്നും അല്ല, ഇറ്റ്സ് ലൈക്ക് ഗോഡ്സ് തിങ്. സോ ഐ സെഡ് നമ്മളെല്ലാവരും ചെക്ക് ചെയ്താൽ, ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡിലും പറഞ്ഞാൽ ആസ് ഹോസ്പിറ്റൽ ഓർ ഡോക്ടർ, ആസ് എ ഹോസ്പിറ്റൽ ഓണർ ഓർ ഡോക്ടേഴ്സ് ഓർ കൺസൾട്ടൻസ്, നമുക്ക് ആക്ച്വലി വേണ്ട ഹെൽത്തി പേഷ്യൻസ് ആണ് ഇല്ലേ? ദാറ്റ്സ് വാൾ എവറി ഡേ വി ലുക്ക് അറ്റ്. നമുക്ക് ഒരിക്കലും ഒരു സിക്കായ ഒരാൾ വരുന്നത് നമുക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ഒരു സിറ്റുവേഷനാണ് അത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്ത് അത് പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട ഐ തിങ്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആർ റെസ്പോൺസിബിലിറ്റി. അല്ല, വി ഹാവ് ടു കീപ് ടോക്കിംഗ് അബൌട്ട് ദിസ് ആൻഡ് ടെല്ലിങ് എവ്രിവൺ. ഇല്ല, നമ്മുടെ സൈഡിൽ നിന്ന് അവയർനെസ് ഷുഡ് കം. എവറി പേഷ്യൻ്റ് ഇങ്ങനെ ഒന്ന് വരുമ്പം വി ട്രൈ ടു എല്ലാവരോടും നമ്മൾ പറയാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ ഓൺലി വെൻ എ ഫാമിലി മെമ്പർ ഗെറ്റ്സ് എ ക്യാൻസർ, അതേഴ്സ് കം റണ്ണിങ് ഫോർ
ഒരാൾക്ക് വന്നാലാണ് ഓടി വന്ന് എല്ലാവരും ഫാമിലി സ്ക്രീൻ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഒബ്വിയസ്ലി പറയും, ഇത് ഫാമിലി ഹിസ്റ്ററി ഇതിൻ്റെ അകത്തുണ്ട്, യു ഓർ യുവർ സിബ്ലിങ്സ് ഹാവ് ടു ചെക്ക് എന്ന് പറയുമ്പോഴാണ് ഇവരെല്ലാം ഓടി വരുന്നത്. ഈവൻ ദോ ഈ ഒരു ബ്ലീഡിംഗ് ഒന്നും ശരിയല്ല, അതിന് ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല എന്നുള്ളത് ശരി തെറ്റായിരിക്കും. ഈ ഇൻഫർമേഷൻ പല സ്ഥലത്തുനിന്നും വരും, പക്ഷെ ഇതിനൊരു റെലവൻസ് ഓൺലി വെൻ യുവർ ഫാമിലി ഈസ് എഫക്റ്റഡ്. അത് വരുമ്പോൾ മാത്രമായിരിക്കും അല്ല, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാല് ലിറ്ററലി എവറിത്തിങ് എല്ലാം റൂയിനിലല്ല. അതെ, എല്ലാം പോയി. എല്ലാം പോയി. ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ആളെ കിട്ടില്ല, ആളെ കിട്ടിയാൽ തന്നെ വേറെ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലേ, അതെ, ഇമോഷണൽ. കോളൻ ക്യാൻസർ മാം പറഞ്ഞ പോലെ ഇത്രയും ഈസിലി പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് അത്രയും, കാരണം ഈ ഒരു ജനറലൈസ് സ്ക്രീനിങ്, ഒരു ലൈവ് കേസ് ആയിട്ടല്ലേ നടക്കുന്നത്. അതായത് ഈ ഒരു പോളിപ്പ് ടു ബിക്കം എ ക്യാൻസർ ഇറ്റ് ഇസ് ടേക്കിംഗ് 10-15 ഇയേഴ്സ്. ഈ ഒരു പോളിപ്പിനെ റിമൂവ് ചെയ്താൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു അവിടെ. ആൻഡ് ദിസ് കുറച്ച് സ്ക്രീനിങ് മേ ബി ട്വൈസ് ഓർ ത്രൈസ് എ ഇയർ നമ്മളൊന്ന് സ്ക്രീൻ ചെയ്യണമെന്നുള്ള. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്ക്രീനിങ് നമ്മൾ മെത്തേഡ്സ് പറഞ്ഞത്, ഐ തിങ്ക് ജനറലി ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയാണ്. അത് പെയിൻഫുൾ ആണോ, അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ഇപ്പം ഞാൻ ഞങ്ങളുടെ നേരത്തെ ഡോക്ടർ രാജീവൊക്കെ ചെയ്ത എൻഡോസ്കോപ്പി കോൾ, ഇറ്റ് വാസ് ലൈക്ക് ലിറ്ററലി സ്പാ എക്സ്പീരിയൻസ് വിത്ത് മ്യൂസിക്. എന്ത് ചോയ്സ് ഓഫ് മ്യൂസിക് വരെ തരും. എന്നിട്ട് അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 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 ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 പ്രാവശ്യം ഈ 2 പ്രൊസീജിയേഴ്സും ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇഫ് യു ബോത്ത് ക്യാൻ ജസ്റ്റ് ഗിവ് എ വെരി സ്മോൾ ബ്രീഫ് ഓൺ ഇറ്റ്, ഹൗ എക്സാക്ട്ലി ഈസ് ദ പ്രൊസീജിയർ ആൻഡ് ലൈക്ക് മിനിമൽ എന്താണെന്നുള്ള, ഇസ് ഇറ്റ് പെയിൻഫുൾ, കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വാക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ, ഒരു പോളിപ്പ് കണ്ടാൽ എന്താണ്, ഒരു ചെറിയൊരു ബേസിക് ആയിട്ടൊരു നട്ട്ഷെല്ലിൽ ഒന്ന് ഡോക്ടറും കൂടെ പറയുകയാണെങ്കിൽ. കൊളോണോസ്കോപ്പി പ്രൊസീജിയറിന് മുമ്പായിട്ട് നമ്മളൊരു ബൗൾ പ്രിപ്പറേഷൻ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മോസ്റ്റ് കുറച്ച് ആഗനൈസിങ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വരുന്നുണ്ട് ജ്യൂസ് കുടിക്കുന്ന പോലെയൊക്കെ. പെഗ്ലക്കല്ലല്ലോ കോളോ പ്രെപ്പ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ. ബട്ട് ദേ കം വിത്ത് ഈ കോളൻ പ്രിപ്പറേഷൻ ആക്ച്വലി വരുന്നത് വളരെ നല്ല ഫ്ലേവേഴ്സിലാണ്. അതായത് ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പിന്നെ വയറ്റിൽ പോകാൻ. സോ നമുക്ക് വാട്ട് വി ഡു ഇസ് ദാറ്റ് വി ഗിവ് ദം 2 ഓപ്ഷൻസ്. ഇപ്പോൾ ദൂരെ കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർ പറയും നേരത്തെ വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് വി ഹാവ് സെറ്റപ്പ് നമ്മൾ ഒബ്സർവേഷൻ റൂമിൽ തന്നെ വി ഹാവ് ബെഡ്സും വാഷ്റൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ക്യാൻ കംഫർട്ടബിളി കം, ചേഞ്ച് ദ ഗൗൺ ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ് പ്രിപ്പറേഷൻ. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു ഛർദ്ദിനുള്ള ഫീലിംഗ് വന്നാൽ അതിനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം. ക്ഷീണം തളർച്ച ഉണ്ടെങ്കിൽ ഡ്രിപ്പ് ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് ഇസ് വി ഡു. And that is only worse come worse patients. I don't think I never had twice. I was in fact office laayirunnu njan. I was working and thankfully I have a washroom there itself, so not a problem. വീടിൻ്റെ അടുത്തുള്ളവർക്ക് പ്രിപ്പറേഷൻ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് മീൻസ് ലാസ്റ്റ് എപ്പോഴാണ് വെള്ളം കുടിച്ചതനുസരിച്ച് അത് കുറച്ച് സ്പേസ് ചെയ്തിട്ട് ദെൻ വി ടേക്ക് അപ്പ് ഓൺ ദ പ്രൊസീജിയർ ടേബിൾ. സെഡേഷൻ വി ഗിവ് ഇറ്റ് എ ചോയ്സ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ വീട്ടെല്ലാം ഓക്കെ എടുക്കുക. പ്രായമുള്ളവർക്കും പിന്നെ പല പല അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ദെൻ വി ഡു. ചിലർ ദേ ആർ അഫ്രൈഡ് ഓഫ് സെഡേഷൻ ബിക്കോസ് അവർ ചിലരൊക്കെ പഴയ ന്യൂസൊക്കെ കേട്ടിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ. സോ അവരങ്ങനെ ഉണ്ടായിരിക്കും. ദെൻ വി ടെൽ ദം ഇറ്റ്സ് ജസ്റ്റ് ചെറിയ പ്രൊസീജിയർ, ടോളറബിൾ ഡിസ്കംഫർട്ടൊക്കെ ഉള്ളൂ. വളവും തിരിയും പിന്നെ ഗ്യാസ് കിട്ടുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ബട്ട് ദെർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ് വിതൗട്ട് സെഡേഷൻ ഓൾസോ. ദേ കംഫർട്ടബിൾ ഓൾസോ. I took sedation for both. ഓക്കെ, സോ വി ഡു. ആൻഡ് മാഡം പറഞ്ഞ പോലെ നമ്മളിപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ വെച്ച് പ്ലേ ചെയ്തിട്ട് കൊടുക്കുന്ന കംഫർട്ടബിൾ ആയിട്ട്. വൺസ് പേഷ്യൻ ഫുള്ളി സെഡേറ്റഡ് ആൻഡ് കംഫർട്ടബിൾ ആയി മീൻസ് ദേ ആർ ഫുള്ളി ഇതാകുമ്പോൾ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഈസ് നമ്മൾ ട്യൂബിൻ്റെ സൈസസ് നോക്കുമ്പോൾ നമ്മുടെ ചെറുപരലിൻ്റെ അത്രയൊക്കെയുള്ള സൈസിലൊരു ട്യൂബാണ്. ചെറിയ ട്യൂബാണ്. നീളം കണ്ട എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. പ്രൊസീജിയർ വിൽ ടേക്ക് ഒരു 15-20 മിനിറ്റ്സ് ഡിപ്പെൻഡിങ്. എന്തെങ്കിലും ലീഷൻ ഉണ്ടെങ്കിൽ അതിന് ബയോപ്സി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് വലിയ വലിയ പോളിപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അങ്ങനെയുള്ളൂ. പോസ്റ്റ് പ്രൊസീജിയർ കുറച്ചൊരു ഡിസ്കംഫർട്ട് ഏറെ ഇരിക്കുന്നുണ്ട്. ബട്ട് വീട്ടിലെല്ലാം ബാത്റൂമിൽ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഗ്യാസ് പോയി കഴിഞ്ഞിട്ട് ദിൽ ബി കംഫർട്ടബിൾ. മോസ്റ്റ് ലൈക്ലി മോസ്റ്റ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ദെൻ വി ഒബ്സർവ് ഫോർ ഒരു 1 hour ഒബ്സർവ് ചെയ്യും. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദെൻ ദേ കം ടു സീ ദ ഒപി. നമ്മൾ അനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് പോകും. അത്രേ ഉള്ളൂ. കൊടുത്തിട്ടുള്ള വീട്ടിലെല്ലാം നോ ടു ഡ്രൈവ്, നോ മിഷനറി യൂസ്. സെഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
യു ഹാവ് ടു couple ബി of കെയർഫുൾ hours എന്നുള്ളത്. അത്രയും അല്ല എനിക്ക് ആസ് എ പേഴ്സൺ വാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ട്വൈസ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാനിത് കഴിഞ്ഞ സെഡേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയി എൻ്റെ ജോലി നമ്മൾ ഒരിക്കലും അവരോട് ഒരു ജോലി ലീവ് എടുക്കണമെന്ന് ഒന്നും ആക്ച്വലി പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് എൻഡോസ്കോപ്പിയുടെ കാര്യം പറയുമ്പോൾ ഈവൻ ദോ ഇതിൻ്റെ ഒരു ഫിയർ എപ്പോഴും ഉണ്ട്. അതായത് ട്യൂബ് നമ്മളോട് പലപ്പോഴും പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയായിരിക്കും, ട്യൂബ് വായിലൂടെ കുത്തി ഇറക്കി തൊണ്ട പൊട്ടി ഭക്ഷണം കഴിക്കാതെ. ഒരിക്കലും അല്ല. ഇപ്പം തൊണ്ട പൊട്ടിച്ച് പ്രൊസീജിയർ ചെയ്യാനാണെങ്കിൽ നമ്മൾ 3 വർഷം ഇത് പഠിച്ചിട്ട് വരേണ്ട കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഇൻഫാക്ട് വീൽ സേ ഇതൊരു പെയിൻലെസ് പ്രൊസീജിയറാണ്. അബ്സല്യൂട്ട്ലി. എന്നാൽ ഇത് ഭയങ്കര സുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ആണെന്ന് പറയത്തില്ല. സുഖമല്ലായിരിക്കും, പക്ഷേ ഇറ്റ് ടേക്സ് ഓൺലി 1 മിനിറ്റ്. ഇപ്പോൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ 1 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇസ് ഒരുപാട്. സോ എൻഡോസ്കോപ്പിക്കും ഇതേപോലെ തന്നെയാണ്. ഒരു പ്രീ റിക്വസിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവർ വയറ് കാലിയായിട്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും ഫാസ്റ്റിംഗ് വരണം. അറ്റ്ലീസ്റ്റ് അറ്റ് സൺറൈസ് നമ്മൾ ആരെയും ഡിനൈ ചെയ്യാറില്ല. ഇത്തിരി ഭക്ഷണം കഴിച്ചാലും വി മൈറ്റ് ആസ്ക് ദം ടു വെയിറ്റ് ഫോർ ദിസ് പീരിയഡ് 6 hours ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വന്നാൽ ഓൺ ദ സെയിം ഡേ നമുക്കത് ചെയ്യാനും പറ്റും. ആൻഡ് സെഡേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ് ഓൾസോ ദർ. അതായത് ഒരു പെയിൻലെസ് എൻഡോസ്കോപ്പി എല്ലാവർക്കും വേണം. അപ്പോൾ നമ്മുടെ സൺറൈസിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം അത് നമ്മൾ പറയും, സെഡേഷൻ ഉണ്ട്, ബട്ട് സെഡേഷൻ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ്സ് ഒരു ഒബ്സർവേഷൻ വേണം. ബട്ട് അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ ടോളറേറ്റ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദം പ്രിഫർ നോ സെഡേഷൻ, അതില്ലാതെയും ചെയ്യാം. ആൻഡ് ഇറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. 1 മിനിറ്റ് മാത്രം എടുക്കുന്നതാണ് എൻഡോസ്കോപ്പി, ആൻഡ് ഇത്രയും സമയം മതി. ഈ കുടലിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ തന്നെയാണ്. നമ്മൾ എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യാൻ പറയാറില്ല. ഈവൻ എല്ലാവർക്കും നമ്മൾ വീട്ടിൽ മരുന്ന് കൊടുത്തിട്ട്, കാരണം എല്ലാവരുടെയും കംഫർട്ട് ഇസ് ടു ഗോ ഇൻ ദെയർ ഓൺ ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ അത് പറയും അവരോട്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെ ഈ മരുന്നും കുടിച്ചിട്ട് നമ്മുടെ അടുത്ത് പ്രൊസീജിയറിനായിട്ട് വരാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ആൻഡ് കൊളോണോസ്കോപ്പി നമ്മൾ മിക്കവാറും എല്ലാവർക്കും ഒരു ചെറിയൊരു സെഡേഷൻ, ബിക്കോസ് നമുക്ക് ഒബ്സർവേഷനുള്ള ഒരു സൗകര്യമുണ്ട്, വി ഹാവ് ദ സ്റ്റാഫ്. സോ അതായിരിക്കും അവർക്കും കംഫർട്ടബിൾ. ഇപ്പോൾ കാരണം പ്രൊസീജിയറിൻ്റെ സമയം മേ ബി 10-15 മിനിറ്റ്സ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ. പക്ഷേ റിലേറ്റീവ്ലി 2 പ്രൊസീജിയറും ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ദേ നോർമലി ഗെറ്റ് എ സൺറൈസ് എക്സ്പീരിയൻസ്. അത് എന്തായാലും that's what it with was the music and all, with and the music yeah. and there's nothing to feel bad about it. അങ്ങനത്തെ ഒരു മോശമായിട്ടൊരു തോന്നലോ ഒന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാഗിങ് ഒക്കെ വരുന്നുള്ളത്. പിന്നെ സെഡേഷൻ എടുത്താൽ ഒരു 99% ഇല്ല, 1% ഉണ്ട്. പക്ഷേ നത്തിങ് കംസ് ഈസി ഇൻ ലൈഫിലെ. കോസ്റ്റ് യു ഗോയിങ് ടു അതിനു വേണ്ടി കൊടുക്കുന്നത് ഇസ് എ ക്ലീൻ ഷീറ്റ്. അതാ പറഞ്ഞത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട്. നമ്മളിപ്പോൾ എന്ത് ഇഷ്യൂ കാണുകയാണെങ്കിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എപ്പോഴും കാണും, ഇല്ലേ? സോ അത് നമ്മൾ നോക്കാൻ നിന്നാൽ നടക്കില്ല. ഐ തിങ്ക് വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ അടുത്തുള്ള ആൾക്കാരും, അത് ഇറ്റ്സ് നോട്ട് ഓൺലി മെഡിസിൻ, ഐ സെഡ് എനിത്തിങ് ഗുഡ് ഫോർ യു. ഐ തിങ്ക് അത് അത്ര എക്സ്പെൻസ് ഒന്നും വേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് മാം ആക്ച്വലി കോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സെനാരിയോയിൽ ദ കോസ്റ്റ് വി ചാർജ് ഇസ് നോട്ട് ദാറ്റ് ഹൈ. ഒരിക്കലും ഇപ്പോൾ നമ്മളൊരു വെസ്റ്റേൺ ഇതിൽ ഒരു കൊളോണോസ്കോപ്പി 40,000 50,000 റുപ്പീസ്, ആൻഡ് യു നീഡ് ടു ഈ ഒരു പ്രയർ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു, ആളെ കാണാൻ നിൽക്കുന്നു. ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് കോസ്റ്റ് ഇസ് ബെയറബിൾ. അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായ ഒരു റേറ്റ്. എസ്പെഷ്യലി സ്റ്റേറ്റ് ഓഫ് കേരള ഇസ് ലൈക്ക് വെരി 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 ലെസ്, അല്ലേ? സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഐ തിങ്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് ദ ലീസ്റ്റ് എക്സ്പെൻസീവ്. ഐ എം ഷുവർ ദാറ്റ് ഒരിക്കലും അറ്റ്ലീസ്റ്റ് ഈ 2 പ്രൊസീജിയർ നമുക്ക് ഭയങ്കര കോസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് എ കോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ്, അങ്ങനെ വേണം പറയാൻ. അതായത് നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ആ ടെസ്റ്റ് വെർത്താണ്. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു പോയിന്റ് ഷുഡ് കം ഔട്ട് ദാറ്റ് യു സ്പെൻഡ് 3000 രൂപ നിങ്ങൾ മുടക്കിയാൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഇസ് മച്ച് മോർ വർത്ത് ദാൻ ദാറ്റ്. അപ്പം അബ്സല്യൂട്ട്ലി അതുകൊണ്ടാണ്. ഇസ് ഇറ്റ് സംതിങ് ലൈക്ക് നമ്മളിപ്പോൾ ഗൈനക്കിൽ ഐ തിങ്ക് കേരളത്തിൽ ഒരുപാട് എൻഡോമെട്രിയോസിസും ഇതൊക്കെ ഭയങ്കര ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഡോക്ടർ ഹഫീസ് പറയുന്ന കേൾക്കാം. അതേപോലെ ഈ കൊളോൺ ക്യാൻസർ ഇസ് ഇറ്റ് സംതിങ് കണക്റ്റഡ് വിത്ത് ആ സ്റ്റേറ്റ് ഓർ കൺട്രി, അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ ജെനറ്റിക്കലി അത് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കും. ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് വരുന്നതല്ലേ, ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പം റീജിയൽ ഡിഫറൻസ് നമ്മൾ ഡയറ്റിൻ്റെ ആണ് നമ്മൾ കൂടുതൽ. പക്ഷേ അങ്ങനെ ഡയറ്റിൽ പ്രത്യേകിച്ച് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇതൊന്നുമില്ല. ബിക്കോസ് നമ്മളിപ്പം വി ഹാവ് സീൻ പീപ്പിൾ ലൈക്ക് പണ്ടൊക്കെ ഈ പ്രോസസ്ഡ് മീറ്റ് കുറേ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഇവിടെ ആ ഒരു കൾച്ചർ കുറവായിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ഇപ്പം കേരളത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പം ഐ ഹവ് സ്റ്റഡീഡ് ഇൻ തമിഴ്നാടു ആൻഡ് കർണാടക. അവർ രണ്ടിടത്തും പഠിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഇതിൽ നമ്മൾ കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആൾക്കാർ കുറച്ചും കൂടെ അവെയർ ആണ്. അതുകൊണ്ട് ഈ ടെസ്റ്റ് ആർ ഡൺ മോർ ഫ്രീക്വൻ്റ്ലി ആൻഡ് വി ആർ പിക്കിംഗ് അപ്പ് മോർ കേസസ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ഇൻസിഡൻസ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ
അല്ല, ഐ ആൾക്കാർ തിങ്ക് കുറച്ച് ഇപ്പോഴത്തെ നമ്മുടെ എസ്പെഷ്യലി കേരള സ്റ്റേറ്റിൽ ഇപ്പം ലിറ്ററസിയും അവയർനെസ്സും ഒക്കെ അപ്പം ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ദിസ് ഇസ് റീച്ചിങ്. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും ഒക്കെ ഇത് കുറച്ചെങ്കിലും എത്തുന്നുണ്ട്. ഇവൻ ദോ ഒരുപാട് നല്ല കാര്യങ്ങളും കുറച്ച് ചീത്ത കാര്യങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ പീപ്പിൾ ആർ പിക്കിംഗ് അപ്പ് ഗുഡ് തിങ്സ്. അപ്പം അങ്ങനെ ഒരു ഇത് എക്സെപ്റ്റ് വരുന്നുണ്ട്. പൊറോട്ട ആൻഡ് ബീഫ്. അത് ഒരിക്കലും പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. പൊറോട്ടയും ബീഫും കുറച്ചെങ്കിലും ഒക്കെ കഴിക്കണം. അല്ല, ഞാനതാ പറഞ്ഞത്, ലൈക്ക് ഒരുപാട് അൺഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള. ഉം. സി ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളിപ്പോൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞ പോലെ കുട്ടികളെ വളർത്തി ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ജനറേഷന് കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് ആർ വെരി ബാഡ്. ഐ തിങ്ക് റെഗുലർ ഭക്ഷണം പോലും കഴിക്കാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് മാം. പക്ഷേ അപ്പോഴും നമ്മൾ പറയും അഡ്വർടൈസ്മെന്റിൽ അതിനൊരു വലിയ റോളുണ്ട്. ബിക്കോസ് അവർ ടി വി കണ്ടാൽ അവർ ടി വി കണ്ടാൽ അല്ല, ഐ സ്ട്രോങ്ലി അപ്പോസ് ഇറ്റ്. ആഹാ. ഇറ്റ്സ് ഫൈനലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേരൻസ്. True, ma'am. പേരൻറ്റിങ് വാങ്ങിച്ചു കൊടുക്കുന്നത് വാങ്ങിച്ച് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ദ ചൈൽഡ് ഡിഡ്ന്റ് വാണ്ട് ടു ബി ബോൺ. Hmm. വി brought the child into this world. True. So it is our responsibility. അത്രേ ഉള്ളൂ. ഭക്ഷണം 2 ദിവസം കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, ഒരു കുഴപ്പമില്ല. ബേസിക് എന്തെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി കൊടുക്കുക 2 ദിവസം. 3-ാമത്തെ ദിവസം കൊച്ചു നന്നായിട്ട് കഴിച്ചോളൂ. കാരണം പലപ്പോഴും മാം അവർ കരയുമ്പം നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പിന്നെ ഓക്കെ ഞാൻ കരയുവാണെങ്കിൽ എനിക്കിത് കിട്ടും എന്നുള്ളൊരു ഇത് നമ്മൾ തന്നെ അറിയാതെ കുഞ്ഞിനെ പഠിപ്പിച്ച് കൊടുക്കും. I have never done that. I put my daughters pand 2 days on. Literally, I starved them because they wouldn't eat sometimes. They would be fussy. I said, fine, don't eat. Nothing. After that, I never had a problem. Touch wood, I never. Dr. Neena പറഞ്ഞത് വളരെ കറക്റ്റാ. I said, that's it. You eat what is normally there. ഇടയ്ക്ക് വല്ലപ്പോഴും തരാം, പക്ഷേ this is not going to go daily. ഇതിപ്പോൾ മോള് ഞാനിപ്പോൾ രാജഗിരി പോയപ്പോൾ ആ. പേരൻസിന് ഒരു കൗൺസിലിംഗ് ഇതുണ്ടായിരുന്നു, ആ. ഫ്രീ അഡ്മിഷൻ. ആ. അതൊരു സൈക്കോളജിസ്റ്റ് ഈ കേം ആൻഡ് ടോൾഡ് ഇങ്ങനെയൊക്കെയാണ് ഈ ടാൻഡ്രംസും കാര്യങ്ങളും ഈ ഫുഡ് ഹാബിറ്റ്സ് ഇങ്ങനെ അവർ വാശി കയറാൻ ഡോണ്ട് ഗീവ് ലെറ്റ് ദം കം, ദേ വിൽ കം ടു യു എനി ടൈം. ദാറ്റ്സ് എ തിങ്. വേണ്ട, എന്തായാലും അവർക്ക് അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ട് ബോഡിയിൽ, അതൊക്കെ വെച്ച് ജീവിച്ച് കുടിച്ചോളും. കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വിറ്റ് വരുന്ന സാധനങ്ങളായിരിക്കും ചെറുതൊക്കെ. That is what I said. I think that also you three should get on to it and see, നാളെ we shouldn't have patients in the gastro department because the habit should be so well, unless it is a major disease. That's not good for our business. But then no, I said see, that is what I would want, even though we are on, we don't never wish for. I repeat, see, ആൾക്കാർക്ക് തെറ്റായ ഒരു ധാരണയാണ് ഹോസ്പിറ്റൽ ഓണേഴ്സും ഡോക്ടേഴ്സും. We want patients. Like people have even asked me, do you pray every day morning for more patients to come? I said no. I pray for people who come there to be comfortable, healthy, taken care of, relieved of the pain. That is what I believe in. That is all what I